AD 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി ഉത്ഭവിച്ചത്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. രാമനാട്ടക്കാരനായ കൊട്ടാരക്കര തമ്പുരാനെയാണ് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. ഗീതാ ഗോവിന്ദാഭിനയത്തിൻ്റെ പ്രേരണയിൽ നിന്നുടലെടുത്ത ഒരു വിനോദമാണ് കൃഷ്ണനാട്ടം. അക്കാലത്ത് വടക്കൻ ദിക്കുകളിൽ പ്രചാരത്തിലിരുന്ന അഷ്ടപതി ആട്ടത്തിൻ്റെയും അതിൻ്റെ ചുവടുപിടിച്ച് സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണനാട്ടത്തിൻ്റെയും രീതിയിലാണ് ഈ തമ്പുരാൻ രാമനാട്ടം രചിച്ചത്. 1555-നും 1605-നും ഇടയിലാണ് രാമനാട്ടം രചിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ചു നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. കത്തി, താടി, മിനുക്ക്, പച്ച, കരി എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. കത്തി എന്നത് പ്രതിനായക വേഷങ്ങളെയാണ് പറയുന്നത്. താടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വേഷങ്ങൾ അഥവാ ഉഗ്ര കഥാപാത്രങ്ങളെയാണ്. മിനുക്ക് എന്നത് സ്ത്രീ കഥാപാത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പച്ച എന്നത് നല്ല വേഷങ്ങൾ, നായക വേഷങ്ങൾ. കരി രാക്ഷസീയ ഗുണങ്ങളുള്ള വേഷങ്ങളെയാണ് ഈ കരിയിലൂടെ ഉപമിക്കുന്നത്. ഇത്രയാണ് കഥകളിയിലെ വേഷങ്ങൾ. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ കഥകളി വാദ്യക്കാരനാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. കഥകളിയിൽ ചെണ്ട ആദ്യമായി അരങ്ങത്ത് വരുന്നത് പുറപ്പാട് സമയത്താണ്. മുഖത്ത് ചായം തേക്കുന്നതിന് ചുട്ടികുത്ത് എന്നാണ് കഥകളിയിൽ പറയുന്നത്. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ മുന്നാണി അഥവാ പൊന്നാനി. കഥകളിയിലെ ഏറ്റുപാടലുകാരൻ ശിങ്കിടി അഥവാ സംഗടി എന്നറിയപ്പെടുന്നു. കഥകളി വേഷക്കാർ വേഷോപകരണങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിക്ക് അളുക്കുപെട്ടി എന്നാണ് പറയുന്നത്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ പൂർവ്വരൂപമാണ് രാമനാട്ടം എന്നറിയപ്പെടുന്നത്. ആദ്യമായി കഥകളി അരങ്ങേറിയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. കഥകളിയിൽ രംഗത്ത് ഉപയോഗിക്കുന്നതാണ് ആട്ടവിളക്ക്. ലോകത്തിൽ ഏറ്റവും കട്ടിയുള്ള മേക്കപ്പ് ഉപയോഗിക്കുന്നത് കഥകളിക്കാണ്. കഥകളിയുടെ സുവർണകാലം ആരംഭിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായ കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ്. കഥകളിയിലെ അഷ്ടാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേളി, അരങ്ങ് കേളി, തോടയം, വന്ദനാശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം,